നമസ്കാരം. വൈ യുവർ കംഫർട്ട് സോൺ ഈസ് യുവർ ബിഗസ്റ്റ് എനിമി. സൗകര്യങ്ങളുടെ ലോകത്ത് നിൽക്കുമ്പോഴല്ല, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. എന്താണ് ഈ കംഫർട്ട് സോൺ? നമുക്ക് ഏറ്റവും സന്തോഷവും സുരക്ഷിതവുമായ ഒരു സ്ഥലം, അത് നമ്മുടെ മനസ്സിൻ്റെ ആ സ്ഥലമാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ആൾ തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനിവിടെ സേഫാണ്. കാരണം അയാൾക്ക് മാറ്റങ്ങൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ചിലരുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം, അവരൊരു കംഫർട്ട് സോൺ ഉണ്ടാക്കും. ചിലപ്പോൾ അവരുടെ ഗതികേട് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ ഇതാക്കാൻ എന്ന് വെച്ചാൽ അതിനെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയായിരിക്കാം. ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവർക്കധികം ആരോടും മിണ്ടണമെന്നൊന്നുമില്ല, മിണ്ടാതെ ഒരിടത്തിരിക്കും. ചിലപ്പോൾ അവർക്ക് പുറത്തിറങ്ങി മറ്റുള്ളവരോട് സംസാരിച്ചാൽ ഓക്കെ ആകുമായിരിക്കാം, പക്ഷെ അവരത് ചെയ്യില്ല. കാരണം അവർ ആ സോണിനകത്തേക്ക് പെട്ട് കിടക്കുകയാണ്. പലരും പറയാറുണ്ട്, പലപ്പോഴും കൗൺസിലിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വരുന്നവർ പറയാറുണ്ട്, ഡോക്ടർ ഞാനിവിടെ ഓക്കെയാണ്, കാര്യം എനിക്ക് ആരോടും അധികം സംസാരിക്കാനില്ല, ഇപ്പം ഞാൻ ഓക്കെയാണ്, എനിക്കധികം പുറത്തിറങ്ങണമെന്നൊന്നുമില്ല, കാരണം ഞാൻ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഇത് ചിലർ ജോലി ചെയ്യുന്ന ദിവസവും കാര്യങ്ങൾ ചെയ്യുന്നവർ ഈ കംഫർട്ട് സോൺ ഉണ്ടാക്കാറുണ്ട്. അവർ രാവിലെ പോയി ജോലി ചെയ്യും, തിരിച്ചു വരും, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും, ഇങ്ങനെ അവർ വേറെ ഒന്നിലും പോവില്ല. കാര്യം അവരുടെ ഉള്ളിൽ അവർ തന്നെ ഒരു കംഫർട്ട് സോൺ വളർത്തുന്നു. എങ്ങനെങ്കിലും അങ്ങ് ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. കാരണം അവരുടെ സന്തോഷങ്ങൾ മാറ്റിവെക്കുന്നു. പണ്ട് അവർ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇനി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവർ മാറ്റിവെക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവർ വിചാരിക്കുന്നു, ഓക്കെ ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ച് പോകാമെന്ന്. നാളെ ഒരു കാലത്ത് ഒത്തിരി പശ്ചാത്തപിക്കേണ്ടി വരും. കാരണം ഈ കംഫർട്ട് സോൺ ഒരിക്കലും നമ്മളെ വളർത്തുകയല്ല, പതുക്കെ നമ്മളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ കംഫർട്ട് സോൺ. അതുകൊണ്ട് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും സ്വന്തം ജീവിതം ബലി കഴിക്കരുത്, ഹോമിക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അവസാനം ഒരു സന്തോഷവും നമുക്ക് കിട്ടത്തില്ല. നിങ്ങളുടെ സന്തോഷങ്ങൾക്കും സമാധാനത്തിനും ആദ്യ പ്രയോറിറ്റി കൊടുക്കണം. മറ്റാരുടെ സമാധാനം കളയണ്ട, മറ്റാരെയും വേദനിപ്പിക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും കിട്ടണം. കാര്യം മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ അവരൊക്കെ അവരവരുടെ വഴി നോക്കിപ്പോകും. നമ്മൾക്ക് ഒരിക്കലും സമാധാനവും സന്തോഷവും കിട്ടില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ആ കംഫർട്ട് സോൺ ഏതാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായി കിടക്കുന്ന ആ കംഫർട്ട് സോണിൽ നിന്ന് എന്ത് സഹിച്ചും പുറത്തേക്ക് ഇറങ്ങുക. വിശാലമായ ലോകം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ ഒരു ലോകം കാത്തിരിപ്പുണ്ട്, മനോഹരമായ ഒരു ജീവിതം കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ജീവിക്കാൻ കഴിയട്ടെ, സന്തോഷമായി സമാധാനമായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.